പിന്നെ ഏരണം കെട്ട വർഗങ്ങള് മനുഷ്യനോട് തൊപ്പി തെറിച്ചു കഴിയുമ്പോ അവിടെ ഒരു ചെസ് കളി. എന്ത് പറ്റി നിങ്ങൾക്ക്? എല്ലാം പോയി. സർക്കാരിന്റെ 5 ലക്ഷം രൂപ തോലച്ചതിനുള്ള ശിക്ഷ കിട്ടി, സസ്പെൻഷൻ. എൻക്വയറി എന്നുള്ള പ്രഹസനം കഴിഞ്ഞാൽ പിന്നെ ഡിസ്മിസൽ. അയ്യോ, കിരീടം അന്വേഷിക്കാൻ പോയ തെണ്ടികളോട് തൂർത്തടിച്ച് നടക്കുക അത്രേ. മ്യൂസിയത്തിൽ നിന്ന് കിരീടം നഷ്ടപ്പെട്ടതിന്റെയും ഇപ്പൊ ഈ 5 ലക്ഷത്തിന്റെയും സകല ഉത്തരവാദിത്വം എന്റെ തലയെ കെട്ടി വെച്ചിരിക്കുക. പക്ഷെ അവന്മാരെ ഞാൻ വിടില്ല. എന്റെ ജീവിതം തോലച്ച അവന്മാരെ ഞാൻ കൊന്നു കുഴിച്ചു മൂടും. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. എടീ, ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുക. കിരീടം അന്വേഷിക്കുന്നതിനിടയില് CID ചത്തുപോയി എന്ന് വരുത്തണം. എന്റെ ജോലി തിരിച്ചു കിട്ടാൻ അതേ വഴിയുള്ളൂ. എന്തൊക്കെയാ പറയുന്നത്? അന്നത്തിന് നിങ്ങൾക്ക് പ്രഷറാ. അതേടി, ഈ പ്രശ്നം മാറണമെങ്കിൽ ഞാൻ അമേരിക്കയിൽ പോണം. ആരോരും അറിയാതെ അവന്മാരെ കൊന്നേച്ച് ഞാൻ തിരിച്ചു വരണം. എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ഒരക്ഷരം നീ മിണ്ടരുത്. നീ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. ആരേലും അന്വേഷിക്കുകയാണെങ്കിൽ ഞാൻ ബോംബെക്കോ മറ്റോ കിഡ്നി ഓപ്പറേഷൻ പോയാന്ന് പറഞ്ഞേക്ക്. ഇതൊക്കെ കാര്യമായിട്ട് പറയാണോ? വേറൊരു വഴിയുമില്ല. അവറ്റകളെ കൊല്ലണം. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നത് വരെ ഞാൻ എവിടുണ്ടെന്നുള്ള കാര്യം നീ അല്ലാതെ മറ്റാരും അറിയരുത്. അയാളെ കാണുന്നില്ലല്ലോ. അയാൾ അകത്തുണ്ടെന്നേ. ഇപ്പൊ വരും. ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അയാളെ കുപ്പായം പൊക്കി നോക്കുന്നു. മുറിവുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ അയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, നിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ടായി കൊടുക്കാൻ. നോ താങ്ക്സ്. നമ്മൾ അയാളെ പിന്തുടരുന്നു, കുപ്പായം പൊക്കി നോക്കുന്നു, മുറിവുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ താങ്ക്സ്, അപ്പൊ അയാൾ അറസ്റ്റ് ചെയ്യുന്നു. അയാളെ തോക്കുണ്ടെങ്കിലോ? അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നമ്മൾ അയാളെ എങ്ങനെ പിടിക്കും? നീയാണ് കുപ്പായം പൊക്കി നോക്കുന്നെങ്കിൽ ഞാൻ മുറിവ് നോക്കും. ഞാനാണ് കുപ്പായം പൊക്കുന്നെങ്കിൽ നീ മുറിവ് നോക്കണം. ഓക്കെ, അയാൾ വരുന്നുണ്ട്. കമാൺ, ഗെറ്റ് റെഡി. മുഖം മൂടിയിട്ടുള്ളൂ. കമാൺ കമാൺ. Come on. എങ്ങനെയുണ്ട് എന്റെ മേക്കപ്പ്? ഒരാളും തിരിച്ചറിയില്ല. അസലായിട്ടുണ്ട്. ഞാൻ എങ്ങനെയുണ്ട്? നീ സാധാരണ കാണുന്ന പോലെ തന്നെ. വലിയ മാറ്റമൊന്നുമില്ല. ഇത് തന്നെയാണോ വീട്? അതെ. എവിടെയാ കീറിയ തുണി? എവിടെ? നമ്മളിപ്പോ നീഗ്രോകളാണ്, അലക്കുകാരാണ്. വീടുകളിൽ നിന്ന് അലക്കാനുള്ള തുണി കളക്ട് ചെയ്യാൻ ഈ വണ്ടിയുമായിട്ട് വന്നിരിക്കുകയാണ്. നീ അബദ്ധമൊന്നും കാണിക്കരുത്. എന്തബദ്ധം? ഞാൻ മേനോന്റെ ഭാര്യയുമായിട്ട് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ ഇടക്കേറി ഒന്നും പറയരുത്. ഈ തുണിയുടെ ബാക്കി തുണി അവിടെ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഒന്നാന്തരം തെളിവായി. കമാൻ. What do you want? We want clothes. What? We want your clothes. What do you mean? We Negroes. Cloth washing, laundry, Negroes. Shut up. I talking English. Shut your bloody mouth, I say. No washing, no clothes. Please, madam, you should help us. Give us any clothes. We will give you concession and you will get your clothes cleanly washed. We have already given to the laundry. No clothes here. Please, madam, go and check it. Let it be a torn cloth, black one, a black torn shirt inside. What the hell are you talking? He talking to English. I have seen you somewhere. Eh? No, madam. We are Negroes, see? We are original Negroes. Black Negroes. Please, madam, give us clothes. Don't you understand? We have already given the clothes to the laundry.
മനസ്സിലായടാ? ആ. ഏ? Okay, madam, could you please tell me where the laundry shop is so that we can go and collect the clothes from there? Yes. Why? Madam, somehow we want to wash your clothes. We'll do it freely because we like Indians. All Indians are our brothers and sisters. Hmm. Okay, where is the shop? Okay. Go straight. Turn right. The first one. Oh, thank you very much, madam. Come on. അപ്പൊ തുണി അയ്യോ മലയാളിയാണോ? ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാ, നീ മേലാൽ ഒരൊറ്റ അക്ഷരം മലയാളത്തിൽ സംസാരിക്കാൻ പാടില്ല. നീ നീഗ്രോയാണ്. മേനോന്റെ ഷർട്ട് അതിന്റെ അകത്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, രക്ഷപ്പെടുക. മനസ്സിലായ? മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? രക്ഷപ്പെടുക. കുറച്ചുകൂടെ സ്റ്റൈലിൽ നടക്ക്. മര്യാദക്ക് മലയാളം പറയരുത്. May I help you? May I help you? What? Yes, this gentleman will help you. Give this man an opportunity to prove his workmanship. I don't understand. Does he need a job? Yeah, that's right. No vacancy here. Oh, no, please, sir. And you don't have to pay him a penny. It is free service. The laundry where he was working is closed, and this gentleman was sitting idle for the past 1 week and is so sad and fed up. And you don't have to pay him any money. And you know something, sir? If you have got any torn clothes, just give it to him. He has got a marvelous way of making the clothes all right. I guess. Is it? Yeah? That's fine. Yeah, that's very fine. Give him all torn clothes and no wages. That's excellent. Thank Proceed. Okay. ചെന്ന് കംപ്ലീറ്റ് കീറിയ തുണികളും പരിശോധിക്കണം. അപ്പൊ നീ ഇവിടെ കാണില്ലേ? ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള മേനോന്റെ പേര് പറയല്ലേ? സോറി, ഞാൻ മേനോന്റെ വീട്ടിനടുത്തുള്ള എല്ലാ ആശുപത്രികളിലും പോയി ഒരു പരിശോധന നടത്താം. മേനോന്റെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടല്ലോ, അതിന്റെ ചികിത്സക്കായി അയാൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കിടന്ന് കാണുമല്ലോ. അതിന്റെ രേഖകൾ കണ്ടെത്തിയാൽ നമുക്കത് ഭയങ്കര തെളിവാണ്. അപ്പൊ ഒരു കാര്യം കൂടി ചെയ്യേ, കംപ്ലീറ്റ് മെഡിക്കൽ ഷോപ്പുകൾ ഒന്ന് ചെക്ക് ചെയ്യേ. എന്തിന്? അയാൾ മരുന്ന് വാങ്ങിച്ച തെളിവും വളരെ നല്ലതാണ്. ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഓക്കേ, വിഷ് യു ഓൾ സക്സസ്. ഓക്കേ, താങ്ക് യു സർ. What the hell's going on here, idiot? What did you do with the machine? You stupid idiot! I'll kill you! Excuse me. Yes? Could you please tell me, is there any more hospital in this area? Yeah. There's a hospital down on that corner. Where? The next street, Blair Hospital. Bel Air. Yes. Excuse me, madam. Yes, may I help you? Is there anybody who has got an injury on his back who is being treated here? So many people are being treated here. What's your problem? I want to know whether he is treated here for his back injury or not. Who? He's an Indian. What is his name? So many names? What? Oh, I don't know his original name. Shivadasa Menon or Paul Barber. Or sometimes he may give some other names. What are you talking about? He's an Indian, Keralite. What? Oh,
ഈ സ്ത്രീക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ. തൊലി വെളുത്തിരുന്നാ മാത്രം പോരാ, അല്പം ബുദ്ധി വേണം. ആർക്കാ ബുദ്ധി വേണ്ടത്? ആ Excuse me, sister. യെസ്. Ask him what his problem is. I don't understand what he's saying. എന്താ പ്രോബ്ലം? ഞാൻ പറയാം മോനെ. ഒരു മലയാളിയെ കണ്ടത് ഭാഗ്യമായി. സിസ്റ്റർ എന്നെ കാര്യമായിട്ടൊന്ന് സഹായിച്ചേ പറ്റൂ. ഏതെങ്കിലും കേസിന്റെ കാര്യത്തിനോ അന്വേഷണത്തിനോ ഒന്നും വേണ്ടിയല്ല. ഒരു ഇന്ത്യക്കാരൻ, ഒരു മലയാളി, അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവ് പറ്റി. അയാളുടെ മുറിവിന് ചികിത്സിക്കാനോ എന്തിനെങ്കിലും ഈ ആശുപത്രി വന്നിട്ടുണ്ടോ? മലയാളിയാണോ? അതെ, തനി മലയാളി. മുതുകിന് താഴെ മുറിവ് പറ്റിയ ഒരു മലയാളിയെ അവിടെ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ? 613-ല്. ചേടാ, അവൻ ഇപ്പോഴും ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഏതാ റൂമെന്ന് പറഞ്ഞ? 613. പോൾ ബാർബറെ, ശിവദാസ മേനോനെ, നിന്റെ മുറിവ് ഇതുവരെ കരിഞ്ഞിട്ടില്ലല്ലേ? ഊക്കനൊരു തെളിവോടുകൂടി ഞാൻ നിന്നെ പിടികൂടാൻ പോന്നു. തമിഴ്നാട് CID രാംദാസിന്റെ കയ്യിൽ നിന്ന് ഇനി നിനക്ക് രക്ഷപ്പെടാനാവില്ല. വെക്കടാ, വെടി വെക്കടാ. ഓഹോ, അപ്പൊ നീയാണ് പോൾ ബാർബർ അല്ലേ? നിന്റെ അച്ഛനാടാ പോൾ ബാർബർ. എന്റെ അമ്മേ, ആലക്ക് കമ്പനിയിൽ അവിടെ ഇവിടെ പിടിച്ചു വെക്കി എല്ലാം കൂടി പൊട്ടിത്തെറിച്ച്, പിന്നെ അവിടുത്തെ വെളുപ്പന്മാര് കർമ്മന്മാര് കൂടി ഫുട്ബോൾ തട്ടുന്നത് പോലെ എന്നെ തട്ടി. എന്റെ അമ്മേ. ഓ, അപ്പൊ അതാണ് കാര്യം അല്ലേ? തല്ല് കിട്ടാനിടയുള്ള സ്ഥലത്തൊക്കെ നീ തന്നെയാണല്ലോ അയക്കാൾ. വിജയ, മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. പലതും സഹിക്കേണ്ടി വരും. വേലുത്തമ്പി ദളവ, പഴശ്ശി രാജ, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അത് നീ മറക്കരുത്. ഓ, എനിക്ക് ഒരപേക്ഷ മാത്രമേ ഉള്ളൂ. എന്റെ ജീവൻ ഇവിടെ വെച്ച് പോവുകയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും എന്റെ ബന്ധുക്കളെടുത്ത് എത്തിക്കണം. വിജയ, നിന്റെ ഡെഡ് ബോഡി എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. നിന്റെ ജീവൻ നിലനിർത്താൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് വരാം. ഓക്കെ? വിശക്കുന്നില്ലേ? റൊട്ടി. എനിക്ക് വേണ്ട ഉണക്കറൊട്ടി. പിന്നെ എനിക്ക് ചോറും കറിയും വേണം. ഇവിടെ എവിടെ ചോറും കറിയും? എവിടുന്നെങ്കിലും കൊണ്ടുപോവാ. മരിക്കാൻ കിടക്കുന്ന ഒരു പേഷ്യന്റിന്റെ അവസാനത്തെ ആഗ്രഹമാണെന്ന് കൂട്ടിക്കോളൂ. എന്തൊക്കെയായി പറയുന്നേ? അതിന് മാത്രം അപകടമൊന്നും പറ്റിയില്ലല്ലോ. എനിക്ക് ചോറും കറിയും വേണം. എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാ. അത് സാരമില്ല, ഞാൻ കഴിച്ചോളാം. മീനൊന്നുമില്ലേ? സോറി. പിന്നെ ഇതെങ്ങനെയാ കഴിക്കുന്നത്? മിസ്റ്റർ വിജയൻ എന്താ ജോലി? ഞങ്ങളുടെ ജോലി എന്തെന്ന് ആരോടും പറയാൻ പാടില്ല. ഭയങ്കര രഹസ്യമാണ്. രഹസ്യോ? വല്ല സ്മഗ്ലിംഗ് മറ്റാണോ? നോൺസെൻസ്. എന്താ ഇത്ര കിണിക്കാൻ? സ്മഗ്ലിംഗ് പോലും. ഞാനേ CID യാ, ഇന്ത്യൻ CID. CID യോ? ചിരി വേണ്ട കേട്ടോ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒത്തിരി കള്ളന്മാരെ പിടിച്ച പേരെടുത്ത ഒരു CID യാ ഞാൻ. Yes. We don't want to trouble you. The Indian CIDs are nuts for us. Where is the crown? ഏത് ഇന്ത്യൻ CID? ഏത് ക്രൗൺ? What Indian CIDs? Which crown? The CID is staying here, is paying guests. CIDs? Paying guests? Where the hell is the crown? മണ്ണാങ്കട്ട അവന്റെ ഒരു ക്രൗൺ. You get lost, stupid. അയ്യോ. Where's the crown? I don't know. Where's the crown? No, I don't know. Where's the crown? No, I don't know. I don't know. We are the most wanted criminal in America. Tell the bloody CID that we're not going to leave them. Come on.
ശ്വാസത്തിന് കുറവുണ്ടോ? ഒരു കുറവുമില്ല. രാത്രി മുഴുവൻ നിലവിളിയായിരുന്നു. ഒരു മദാമ നേഴ്സ് വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ കേട്ടോടടിച്ചു. നിങ്ങൾക്ക് രാത്രി നിന്നാലെന്താ? എന്റെ ഡ്യൂട്ടി പകലാ. നിങ്ങൾ രാത്രിയിലും നിൽക്കൂ സിസ്റ്ററെ. വെറുതെ വേണ്ട, സുഖമായിട്ട് പോകുമ്പോ കൈമടക്ക് തരാം. ഈശ്വരവിശ്വാസമുള്ള ആളാണോ? സ്ഥിരമായിട്ടില്ലായിരുന്നു. പല ഭാഗത്തു നിന്നും അടിയും ഇടിയും കിട്ടാൻ തുടങ്ങിയപ്പോ കുറേശ്ശെ വിശ്വാസം തുടങ്ങി. ഇപ്പൊ ഭയങ്കര വിശ്വാസിയാ. സിസ്റ്റർ ചോറ് കൊണ്ടുവന്നിട്ടില്ലേ? ഉണ്ടല്ലോ. എനിക്ക് പായസം കുടിക്കാൻ ഭയങ്കര കൊതിയാവുന്നു. അയ്യോ, കാലത്ത് എഴുന്നേറ്റ് പായസം ഉണ്ടാക്കാൻ എവിടാ നേരം? ഈ മാസം 23-ാം തീയതി എന്റെ ബർത്ത്ഡേയാ. അന്ന് വീട്ടിൽ വന്ന പായസം തരാം. എനിക്ക് ഇപ്പൊ പായസം കിട്ടണം. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. എനിക്ക് നിങ്ങളെ വലിയ ഇഷ്ടായി. അമ്പലത്തിലെ പ്രസാദ. ഇവിടെ അമ്പലമുണ്ടോ അമേരിക്കയില്? ഉണ്ടല്ലോ. അയ്യപ്പന്റെ അമ്പലമുണ്ട്, മീനാക്ഷി ക്ഷേത്രമുണ്ട്, അങ്ങനെ 1-2 അമ്പലങ്ങളുണ്ട്. മിസ്റ്റർ വിജയൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാ. നിങ്ങളെനിക്ക് വലിയ ഇഷ്ടായി. എനിക്ക് വന്ന നഷ്ടത്തിനെ ഞാൻ കേസ് കൊടുക്കും. ഞങ്ങൾ മോഷ്ടിക്കാനുമല്ല വന്നത്. അയ്യോ ആന്റി, ഒരക്ഷരം വേണ്ടി പോയി. I say you get lost. ഇതിന്റെയൊക്കെ അർത്ഥം എന്തുവാടേ? എവിടെ ചെന്നാലും അടിയും ഇടിയും തൊഴി ഇംഗ്ലീഷുകാർ വരെ തള്ളക്ക് വിളിച്ചു തുടങ്ങി. കൽപ്പിത കഥയിലെ എടാ, ഡോക്ടർ നിന്നോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞിട്ട് നീ എന്താ പോകാതിരിക്കുന്നത്? ഞാൻ ഡോക്ടറോട് ചോദിച്ചല്ലോ, നമുക്ക് പോവാല്ലേ? എടാ, പോകാമോന്ന്. നിനക്കും ഡോക്ടർക്കും അറിയില്ലല്ലോ എന്റെ വേദന. അതെന്താ ഡോക്ടർക്ക് അറിയാൻ പാടില്ലാത്തൊരു വേദന? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ കുറച്ചു ദിവസം ഇവിടെ മനസമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. നീ ഒന്ന് പോയേ. എടാ, നിന്റെ കാര്യങ്ങൾ നോക്കാൻ. പ്ലീസ്, എന്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാലും നിന്നോട് പോകാനാ പറഞ്ഞത്. വിജയ, പോടാ. എന്താ ഇവിടെ ഒച്ച വയ്ക്കുന്നത്? സുഖം തോന്നുന്നുണ്ടെങ്കിൽ പോകാട്ടോ. ഞാനും അത് തന്നെ പറയായിരുന്നു. ഞാൻ പേഷ്യന്റിന്റെ ഫ്രണ്ടാണ്, ഡിയറസ്റ്റ് ഫ്രണ്ടാണ് രാംദാസ്. ഹലോ. ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ സിസ്റ്ററിന്റെ നാട് എവിടെയാണ്? നിനക്ക് എവിടെയോ അത്യാവശ്യമായിട്ട് പോകാനുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്ത് അത്യാവശ്യം? സിസ്റ്റർ അമേരിക്കയിൽ വന്നിട്ട് എത്ര നാളായി? നിനക്ക് ഒരാളെ കാണാൻ എന്നോട് പറഞ്ഞില്ലേ? അല്ല, പിന്നെ കണ്ടൂടെ? സിസ്റ്റർ നിന്നോട് പോകാനാ പറഞ്ഞത്. ഞാൻ പോയിട്ട് പിന്നെ എപ്പോഴാ വരേണ്ടത്? നീ ഇങ്ങോട്ട് വരികയും വേണ്ട, എനിക്ക് നിന്നെ കാണും വേണ്ട. എന്താ ഇത്? പോടാ. ഇവന്റെ മിസ്റ്റർ വിജയന്റെ ഫ്രണ്ട് അല്ലേ അത്? വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. എന്നുവെച്ചാ വീട്, കുടുംബം, ഭാര്യ, കുട്ടികള്, ഇങ്ങനെ ഒരു വിചാരമില്ലാതെ നടക്കുന്നവനാ. ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടോ? പക്ഷെ കണ്ട അത്രയും പ്രായം തോന്നില്ലല്ലോ. കൊള്ളാം. അവന്റെ മൂത്ത മകള് SLC തോറ്റു നിൽക്കുക. ഓഹോ. അപ്പോഴേ പോയിട്ട് എപ്പോഴാ വരിക? എന്തേ? ഒന്നുമില്ല. ബർത്ത്ഡേ 23-നാന്നല്ലേ പറഞ്ഞത്? ആ, നല്ല ഓർമ്മശക്തിയാണല്ലോ. എനിക്ക് മറ്റെന്താണ് കുട്ടി ഓർക്കാനുള്ളത്? Paul Barber, Yes. back injury, Here. Manon, India. Yes. Are you crazy? Madam, it is something very important, Madam. Paul Barber. I don't know any barbers. Why don't you go hunt some barber shop? Get lost. അവരെന്തിനാ ചൂടായത്? എന്ത് ചെയ്യാനാ സിസ്റ്ററെ? ഒരുപാട് സഹിക്കുകയും പൊറുക്കുകയൊക്കെ വേണം. എന്റെ ജോലി എങ്ങനെ ആയി പോയില്ലേ? മനസ്സിലായില്ല. ചിലപ്പോ വെടി, ചിലപ്പോ ഇടി. 24 മണിക്കൂറും ഡ്യൂട്ടി. സിസ്റ്റർക്ക് എന്നെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. മുതുകിന് താഴെ ഒരു മുറിവുമായി ആഴ്ചകൾക്ക് മുൻപ് ഒരു മലയാളി ഇവിടെ ചികിത്സിക്കാൻ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയണം. എന്താ കാര്യം? സിസ്റ്റർ രഹസ്യങ്ങൾ പുറത്തുവിടുന്ന ടൈപ്പ് അല്ല എന്ന് എനിക്ക് തോന്നുന്നുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു രാഷ്ട്രത്തിന്റെ രഹസ്യമാണ് ഞാൻ പുറത്തുവിടാൻ പോകുന്നതെന്ന് ഓർക്കണം. അയ്യോ, അത്രയും വലിയ രഹസ്യമൊന്നും താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. താങ്ങണം, താങ്ങേ പറ്റൂ. കാരണം സിസ്റ്ററുടെ സഹകരണം എനിക്ക് ആവശ്യമാണ്. ഞാൻ ഇന്ത്യയിൽ നിന്ന് വന്ന വലിയൊരു CID-യാണ്. CID രാംദാസ്. അപ്പോ ഇന്ത്യയിലുള്ള CID-യുടെ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് പോന്നിരിക്കുകയാണോ?
കൂട്ടത്തോടെയോ? അതെ, നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, മൂപ്പര് പറഞ്ഞത് പുള്ളിയും സി ഐ ഡി ആണെന്നാ. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞോ? എന്താ, നുണയാണോ? അല്ല, അതിപ്പോ പറഞ്ഞു തുടങ്ങിയാൽ വളരെ വളരെ പറയേണ്ടി വരും. കേക്കാം, എനിക്ക് വലിയ ധൃതിയൊന്നുമില്ല. വേണ്ട സിസ്റ്റർ, അവൻ സിസ്റ്ററിനോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ സത്യം തുറന്ന് പറയുന്നത് ശരിയല്ല. എന്തൊക്കെയായാലും അവൻ എന്റെ ഒരു ഫ്രണ്ട് അല്ലേ? കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് എന്നെ മാത്രമായിട്ടാണ് ഇങ്ങോട്ട് അയച്ചത്. ഉള്ളത് പറയണമല്ലോ, അവനും അവിടെ ചെറിയൊരു ജോലിക്കാരനാണ്. ഞാൻ അമേരിക്കയിൽ വരുന്നു എന്ന് അറിഞ്ഞത് മുതൽ അവൻ എന്റെ കാല് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എന്റെ ചില്ലറ സഹായത്തിനൊക്കെ ആയിട്ട് അവനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ അവൻ ഇവിടെ കിടപ്പിലായതോടുകൂടി എന്റെ കഞ്ഞുകൂടി മുട്ടി എന്ന് പറഞ്ഞാൽ മതി. ഭക്ഷണം ഉണ്ടാക്കാൻ ആളില്ലാതായി. കുറ്റം പറയരുതല്ലോ. ചോറാകട്ടെ, കറിയാകട്ടെ, അല്ലെങ്കിൽ കഞ്ഞിയാകട്ടെ, പയറാകട്ടെ, അവൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാ. ഞാനിതൊന്നും ശീലിച്ചിട്ടില്ല, അതാ ഇപ്പൊ കുടുങ്ങിയത്. ഭക്ഷണം ഉണ്ടാക്കാനും സഹായത്തിനൊക്കെ ആയിരുന്നെങ്കിൽ ഭാര്യയെ കൂടി കൊണ്ടുവരായിരുന്നില്ലേ? ആരുടെ ഭാര്യ? വല്ലവരുടെയും ഭാര്യമാരെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്റെ ഭാര്യയോ? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്കങ്ങനെ വലിയ പ്രായമൊന്നുമില്ല. ഐ ആം എ ബാച്ചിലർ. ചുമ്മാ. അയ്യോ, സത്യമായിട്ട് ഞാൻ ബാച്ചിലറാണ്. അപ്പോ SSLCക്ക് പഠിക്കുന്ന ഒരു മകളില്ലേ നിങ്ങൾക്ക്? സിസ്റ്റർ എന്തൊക്കെയായി പറയുന്നത്? ഇത് ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ പറഞ്ഞതാ. എന്താ മകളുടെ പേര്? മകളുടെ പേര് വിശാലാക്ഷി, ഭാര്യയുടെ പേര് കമലാക്ഷി. മണ്ടം കേട്ട ആ മൂഷികൻ സിസ്റ്ററിനോട് എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞു? ഒരുപക്ഷെ മനുഷ്യന് വേദന കൂടുമ്പോ സമനില തെറ്റുമായിരിക്കും. സത്യമായിട്ടും സിസ്റ്ററെ ഞാൻ കെട്ടിയിട്ടില്ല. 1960 ഞാൻ ജനിച്ചത്. അപ്പൊ എന്റെ വയസ്സ് കൂട്ടിക്കൊള്ളൂ. ഐ ആം ബികോം ഫസ്റ്റ് ക്ലാസ്, യു നോ, ആൻഡ് ഹി ഈസ് ഓൺലി പ്രീ ഡിഗ്രി. പിന്നെ അയാൾ എന്തിനാ അങ്ങനെ പറഞ്ഞു? അത് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഇവിടെ എവിടാ താമസിക്കുന്നത്? എന്റെ പേര് സേതുലക്ഷ്മി എന്നാ. ഈ സേതുലക്ഷ്മി എന്ന് പേരുള്ളവര് അവരുടെ താമസ സ്ഥലം പറയാൻ പാടില്ല എന്നുണ്ടോ? അല്ല, സിസ്റ്റർ സിസ്റ്റർ എന്നുള്ള ഈ വിളി കുറയ്ക്കാന്ന് പറയായിരുന്നു. ഓ, അങ്ങനെ. അപ്പോ സേതുലക്ഷ്മി കുട്ടി അല്ലേ? ഗോപി, എന്നാ ചെക്ക്. ഗോപി വരച്ചോ. 2 മുഴം കയർ കിട്ടുമോ നോക്ക്. കയറെന്തിന്? തൂങ്ങിച്ചാവാൻ. വിഷം മേടിക്കാൻ കാശില്ലല്ലോ. എടേ, എന്റെ നിന്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന്. ഫ്രീസ് ചെയ്യാനോ? ആര്? നമ്മൾ കാരണമാണ് തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് റെസ്റ്റോറന്റ് ഓണർ നഷ്ടപരിഹാരത്തിന് കേസ് കൊടുത്തിരിക്കുക. ഇനിയിപ്പോ കേസ് വിധിയാവുന്നവരെ നമുക്ക് കാശെടുക്കാനൊക്കെയല്ല. നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കോടതി വിധിയെങ്കിൽ നമ്മുടെ കാശ് എന്നേക്കുമായി നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ മതി. ഭഗവാനെ, അപ്പോ ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്തു. ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റായി മാറുന്നത്. ഇനി എത്ര തെണ്ടിയാലാണ് ഒരു കൂലിപ്പണിയെങ്കിലും കിട്ടുക എന്ന് പറയാൻ പറ്റില്ല. പണി കിട്ടുന്നവരെ നമ്മുടെ ജീവനെ പൊക്കിപ്പിടിച്ച് നിർത്താൻ എന്താണ് ഒരു വഴി? നേരായിട്ടുള്ള ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ആത്മഹത്യ ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. നിനക്കറിയാലോ, ഈ രാജ്യം വളരെ വളരെ സമ്പന്നമാണ്. അതിന് എന്നാൽ പണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതും ഇവിടെ തന്നെയാണ്. ക്രിമിനൽസിന് കുറെ കൂടി സംരക്ഷണം ഉണ്ടടാ. നീ പറയുന്നൊന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എടാ, പിടിച്ചു പറയും മോഷണമല്ലാതെ വേറെ മാർഗമില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. അയ്യോ, അതേടാ, ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് എ കൗണ്ടർ. സുരേന്ദ്ര, May I help you? I need a room. How many days you're going to stay with us? It depends. 1 day, 2 days, 1 week. Somehow I have to finish my work here. Okay, okay. Yeah. Your room will be 213. Thank you, thank you, thank you. You're welcome. സുരേന്ദ്ര, അകത്തായാൽ ഈശ എന്റെ കൈയും കാലും മറയ്ക്കുന്നു. നഷ്ടപ്പെടാൻ നമുക്കൊന്നും ഇല്ലല്ലേ, നീ വാ.
Hey, stop there. Come here. Man. I want to go to my room. Security. Throw this man out. He looks dangerous and tricky. Come on, man, get out. Hey, I'm staying here. No, you're not. You don't go. We'll call the police. Hey, leave me on my money, my bag. അയ്യേ, ഇതിനകത്ത് ഈ മുടിയും മീശയും പിന്നെ അണ്ടർവെയർ മാത്രമേ ഉള്ളൂ. ദരിദ്രവാസി. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ. എടുത്ത് കള അയാളുടെ കൂറ ചെട്ടി. ഒരൊറ്റ $1 പിന്നെ എങ്ങനെ ഈ അലവിലാതി 5 സ്റ്റാർ ഹോട്ടലിൽ കയറി താമസിക്കുന്നത്? പാവി എല്ലുന്നിടം പാതാളം. നിനക്ക് 7:30 ശനിയാണെന്നുള്ള കാര്യം ഉറപ്പായേ. ഇതുണ്ടോ? KP കൃഷ്ണൻ നായർ, IPS, കമ്മീഷണർ ഓഫ് പോലീസ്, മദ്രാസ്. നായർ മലയാളി. ചുമ്മാ നല്ല പെട്ടിക്കകത്ത് $1 പോലും ഇല്ലാഞ്ഞത്. അലവലാതി. ഇയാളെന്തിനീ മീശാൻ വിഗും പെട്ടിയിലിട്ട് നടക്കുന്നത്? ചിലപ്പോ വല്ല വിഗ് കച്ചവടക്കാരനും ആയിരിക്കും. കസ്റ്റമേഴ്സിന് സാമ്പിൾ കാണിക്കാൻ വന്ന് താമസിക്കായിരിക്കും. പോടാ. IPS കാരൻ വിഗ് കച്ചവടത്തിന് ഇറങ്ങേണ്ട ആവശ്യം? യവന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ലായിരിക്കും. യവന്റെ ഭാര്യ ധാരാളിയായിരിക്കും. അവർക്ക് സാരി വാങ്ങിക്കാനും ക്ലബിൽ പോകാനും ചെറുപ്പക്കാരുമായിട്ട് കെട്ടിമറിയാനും യവന്റെ ശമ്പളം തികയുന്നില്ലായിരിക്കും. ചെറുപ്പക്കാരുടെ കൂടെ കെട്ടിമറിഞ്ഞ അമ്മൂമ്മയുടെ ഇവനെ അടിക്കേണ്ട ആവശ്യം. അയ്യോ പോയി. അയ്യോ. എടാ, കള്ളന്മാരെയും റൗഡികളെ ഇടിച്ചു നിരത്താനേ ട്രെയിനിങ് എടുത്തിട്ടുള്ളവനാ ഞാന്. എടാ, തമിഴ്നാട് വിറപ്പിച്ച കോടമ്പക്കം പൊന്നിച്ചാമിയെ ഒറ്റയടിക്ക് പപ്പടമാക്കിയിട്ട് മെഡൽ വാങ്ങിച്ചിട്ടുള്ളവനെ ഞാൻ. 1000കണക്കിന് മൈല് താണ്ടി അമേരിക്ക വന്നിട്ട് മോട്ടിച്ചാ ഇറങ്ങിയിരിക്കുക. നിന്നെ പോലുള്ള ചെറ്റ മലയാളികൾ കാരണം മാന്യന്മാർക്ക് വിദേശത്ത് തലയുയർത്തി നടക്കാൻ വയ്യ. അയ്യോ കൊല്ലല്ലേ സാറേ. സാറേ, ഞങ്ങൾ കള്ളന്മാരല്ല. ഒത്തിരി പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് വന്ന് കഠിനാധ്വാനം ചെയ്ത് അന്തസ്സായിട്ട് ജീവിച്ചവരാ. ഒരു കുറ്റവും ചെയ്യാത്ത ഞങ്ങൾക്ക് ഇപ്പൊ കിടക്കാനൊരു ഇടമില്ല. ഒരു കാലി ചായ കുടിക്കാൻ പാങ്ങില്ല. സാറ് പറഞ്ഞത് നേരാ, മലയാളികളുടെ കൂട്ടത്തിൽ ചെറ്റകളുമുണ്ട്. അങ്ങനെയുള്ള 2 ചെറ്റകൾ കാരണമാണ് ഞങ്ങൾ ഇന്നേക്കെതിരായത്. മര്യാദയ്ക്ക് റോഡിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു കാർ വന്ന് മുമ്പിൽ നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പോവുക. പിന്നെ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്ന തകർപ്പൻ ഇടിയ. ഹൂ ഈസ് രാംദാസ്, ഹൂ ഈസ് വിജയൻ, ഹൂ ഈസ് അവന്റെ അമ്മയുടെ സിഐഡി അങ്ങനെ കുറെ ചോദ്യങ്ങളാ. ഞങ്ങൾ എന്ത് പിഴച്ചു? സിനിമയിലല്ല, ജീവിതത്തിൽ ഞങ്ങൾ ഒരു സിഐഡിയെ കണ്ടിട്ടില്ല സാർ. ഞങ്ങൾ എന്ത് ചെയ്യും? രാംദാസ് ആൻഡ് വിജയൻ. അതെ സാറേ, സായിപ്പുമാര് പറയുന്നത് ഞങ്ങൾ CID രാമദാസൻ CID വിജയനുമാണെന്നാണ്. CID രാംദാസ് ആൻഡ് വിജയൻ. സാറിന് അവന്മാരെ അറിയാമോ? അറിയാമെന്നോ? കൊള്ളാം. എന്റെ ജീവിതം തകർത്ത് അവരെ അറിയാമെന്നോ? എന്റെ ജോലി കളിച്ച അവന്മാരെ ഞാനല്ല, പിന്നെ ആരാ അറിയുന്നത്? കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് സത്യം പറയാമല്ലോ. ഭാരത സർക്കാരിന്റെ 5 ലക്ഷം രൂപ തൊലച്ചു കളഞ്ഞ എംബോക്കുകളെ കൊന്നു കൊലവിളിക്കാനായിട്ടാ ഈ വിഗും മീശയൊക്കെ ഞാൻ അമേരിക്ക വന്നത്. അപ്പൊ നമ്മൾ 2 തോണി സഞ്ചരിക്കേണ്ടവരല്ല. അല്ലേ അല്ല. അപ്പൊ സാറേ, ശരിക്കും പറഞ്ഞ ഈ സമാഗം ഒരുക്കി തന്നത് ദൈവം തന്നെ. സംശയമില്ല. ഇനി എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ, ആ 2 അവന്മാരെയും കൊല്ലാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുവോ? അയ്യോ സാറേ, ആ ദ്രോഹികളെ ചുമ്മാ കാണിച്ചു തന്നാ മതി, ബാക്കി ഞങ്ങൾ ഏറ്റ്. Okay. Listen. Number 1, we have to plan a detailed operation. And number 2, I will tell you later. Hey man, stay there. What is this? I am the Filipino staying in 213. You idiot! You think we're fools trying to fool us with this silly makeup and dress? How can I make you understand that I am the same man staying in the same 213 in the same hotel? Hold him. I'll call the police. He's a criminal. Hold him! Hold him! Hold him! Hold him!
എന്നാൽ ഈ വീട് കണ്ടുപിടിച്ചത് അതിശയം തന്നെ. ഞാൻ എന്റെ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി അങ്ങനെ ഇങ്ങനെ ഇതുവഴി വന്നപ്പോ എന്താ ഇത്? ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, പായസം ഉണ്ടാക്കി. ഓ, ഇതുപോലെ 100 ജന്മദിനങ്ങൾ കൊണ്ടാടാൻ സർവേശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആഹാ, ഇതാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത്. നേര് പറയാട്ടോ, എന്റെ അമ്മ വെക്കാനുള്ള പായസത്തിന്റെ അതേ രുചി. ഓ, അതിലും നന്നായിരിക്കുന്നു എന്ന് പറയാനും എനിക്ക് പടിയില്ല. പുറന്നാളായിട്ട് ഞാൻ എന്തെങ്കിലും സമ്മാനം തരട്ടെ? ഞാൻ അറിഞ്ഞില്ല. സമ്മാനൊന്നും വേണ്ട. ഒന്നും പറയണ്ട, ഇത് സ്വീകരിച്ചോ? അയ്യോ, അതൊന്നും വേണ്ട. അല്ല, ഇന്ന് പിറന്നാളായിട്ട് ഇതിനൊന്നും പറയരുത്, ഒന്നും പറയരുത്. എന്റെ സ്നേഹോപഹാരമായിട്ട് നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാട്ടെ, ഹായ്. ഇന്ന് ലീവാ. ഓഹോ, എനിക്ക് കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. അയ്യോ, കൊള്ളാം. അപ്പൊ അപ്പൊ ഞാനോ? ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാ. അല്ല, എനിക്കും കുറച്ച് ജോലികളുണ്ട്. ഞാൻ പോയിട്ട് പിന്നെ വരാം. പായസം വളരെ നന്നായിട്ടുണ്ട്. സോ സ്വീറ്റ്. പോട്ടെ. ശരി, പോട്ടെ. ആ. അവനെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചിരുന്നു അല്ലേ? ആരാ അത്? ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് പോന്നോ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. അവൻ എന്തിനാ ബർത്ത്ഡേക്ക് ക്ഷണിച്ചത്? എന്തു പറ്റി? ഞാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഫ്രണ്ട് അവിചാരിതമായി വന്നതാ. എന്റെ ഫ്രണ്ട് ഒന്നും അല്ല അവൻ. എന്തിനാ ഇത്രയും നുണ പറയുന്നേ? മിസ്റ്റർ രാംദാസിന് ഭാര്യയും കുട്ടികളും ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൻ വാച്ച് കെട്ടി തന്നപ്പോ എന്തുകൊണ്ട് വേണ്ടെന്ന് പറഞ്ഞില്ല? അല്ല, എന്താ നിങ്ങളുടെ ഭാവം? എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി മറ്റൊരു അലവലാതിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയോ? എനിക്കറിയാം, അവൻ കുട്ടിയെ വഴിതെറ്റിക്കാൻ നോക്കാണ്. മിസ്റ്റർ മിസ്റ്ററോ? നിങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്? അപ്പോ ആശുപത്രിയിൽ വെച്ച് പറഞ്ഞതൊക്കെ മറന്നോ? എന്തു പറഞ്ഞു? നിങ്ങളൊരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞത്. ആ പറഞ്ഞത് ഈ വിധത്തിലാ എടുത്തത്? ഏത് വിധത്തിലാ പറഞ്ഞത്? ഇഷ്ടത്തിന് ഒരർത്ഥേ ഉള്ളോ? ഒരു സഹോദരനെ പോലെ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നല്ലാതെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. Now listen. Number 1, നമുക്ക് അതിമാരകമായ ഒരു തോക്ക് വാങ്ങണം. ഒറ്റ വേടിക്ക് 2 ചാകണം. നടന്നു തന്നെ. നമ്പർ 2, നിങ്ങളുടെ കാറിൽ നിങ്ങൾ എന്നെ അവന്മാരുടെ വീട്ടിലെത്തിക്കണം. പൊന്നു കുട്ടികളെ, ജീവിതം താറുമാറായിരിക്കുക. അവന്മാരെയും തട്ടി എത്രയും പെട്ടെന്ന് എനിക്ക് എന്റെ നാട് പിടിക്കണം. കടയിൽ ചെന്ന് തോക്ക് വാങ്ങിച്ചതിന് ശേഷം ലൈസൻസ് എടുത്താൽ മതി. അതാ ഇവിടുത്തെ നിയമം. ലൈസൻസ് എടുക്കാതെ തന്നെ പണി പറ്റിക്കാമെന്നും വെച്ചോളൂ. പക്ഷെ നമ്പർ 1 നടക്കണമെങ്കിൽ കുറഞ്ഞത് 15,000 രൂപ എങ്കിലും കൈ വേണം. അയ്യോ, അതിനിപ്പോ രൂപ എവിടുന്ന? അപ്പൊ നമ്പർ 1 പൊളിഞ്ഞു, തോക്കില്ല. ഇനി അടുത്തത് പറ. വായിക്കാത്ത 1-2 സ്വർണ്ണപ്പല്ലുണ്ട്. അരപ്പവനോളം വരും. വിൽക്കാം. വല്ലതും നടക്കുവോ? അരപ്പവനുണ്ടെങ്കിൽ 2 ഏറ് അടക്കം വാങ്ങിക്കാം. അരപ്പവനുണ്ടല്ലോ, എങ്കിൽ വല്ല ഗ്രനേഡോ കൈബോംബോ കിട്ടുമെന്നോ? അത് മതി. എന്നാ പല്ലളക്കി കൈവച്ചിട്ട് കൂടെ വാ. ഞാൻ അണ്ടർവേഡിലും തപ്പാം. എങ്കിൽ ആ പല്ലടിച്ച് ഇളക്കാമെന്ന്. പിന്നെ അവിടെ ഞാൻ ഇളക്കിക്കോളാം. വിജയനോ? നീ എവിടായിരുന്നു? നിന്റെ കേസിന്റെ എൻക്വയറി റിപ്പോർട്ടിൽ ഏത് കേസ്? ഏത് കേസെന്നോ? നേരം വെളുത്തപ്പോ മുതല് പോസ്റ്റ് ഓഫീസിൽ പോയിരുന്ന് എഴുത്തും തിരുത്തുമായിരുന്നു. മനുഷ്യന്റെ തല പൊളിഞ്ഞു. കേസ് അന്വേഷണം ഇവിടം വരെയായി.
പുരോഗമിക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. എന്ത് കണ്ടു? കേസിന്റെ പുരോഗമനം. മനസ്സിലായില്ല. എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. നിനക്ക് എന്ത് പറ്റി വിജയ? നീ മരുന്ന് വല്ലതും മാറിക്കഴിച്ചോ? ഏയ് പറ, എന്താ പ്രശ്നം? നീ ഇന്ന് എത്ര ചീത്ത പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയില്ല. കാരണം അങ്ങനെയാണ്. ഇന്നൊരു സുദിനമാണ്. നിന്നെ വിടില്ലടാ ദ്രോഹി. നീ കഴിച്ചിട്ട് ഞാൻ ചത്തുപോ. ഞാൻ എടാ ഡിപ്പാർട്ട്മെന്റിന്റെ കാശ് കൊണ്ടല്ല കണ്ട പെണ്ണുങ്ങൾക്ക് വാച്ച് വാങ്ങിച്ചു കൊടുക്കേണ്ടത്. പെണ്ണുങ്ങളാ പാവപ്പെട്ട പെൺകുട്ടികളെ ചതിക്കാൻ നടക്കുന്ന ദ്രോഹി. അപ്പൊ നീ കണ്ടു എന്ന് പറഞ്ഞത് ഇതായിരുന്നോ? അതേടാ, ഒരു അരിപ്രാവിനെ പോലെ പരിശുദ്ധിയായ ആ കുട്ടിയെ കളങ്കപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ലടാ. നീ സമ്മതിക്കണ്ടടാ. നിന്റെ കൂട്ടിനകത്ത് വളർത്തുന്ന അരിപ്രാവൊന്നുമല്ല അവള്. ഒരു അരിപ്രാവുകാരൻ വന്നിരിക്കുന്നു. അവന്മാരകത്തുണ്ടാവോ? ഇറങ്ങ ഇറങ്ങ. സൂക്ഷിച്ചു. അവന്മാരകത്തുണ്ട്. പൂച്ച സന്യാസി, നാട്ടും തൂലട്ട് നിന്റെ മാന്യതയുടെ മോമുടി ഞാൻ വലിച്ച് കീറിവിടാം. എടാ, ആതുര സേവനം നടത്തുന്ന പാവപ്പെട്ട നഴ്സുമാരെ സ്നേഹിക്കുന്ന തെണ്ടികളാണ്. ആശുപത്രിയിൽ വന്നപ്പോ തന്നെ ഞാൻ നിന്നെ തല്ലി ഓടിക്കേണ്ടതായിരുന്നു. എടാ, എന്നെ തല്ലിയിട്ട് നീ രണ്ടു കാലം തിരിച്ചു വന്ന് വിചാരിക്കുന്നുള്ളാ. ഞാൻ കൊല്ലൂടാ. എറിയട്ടെ, എറി. എന്താണ് കാര്യം? ഇതെന്ത്? ഏയ്, എനിക്ക് വിശക്കുന്നു. ഒന്ന് എന്നിട്ട് പോവുക. ആകെ ഉണ്ടായിരുന്ന ഒരു കാറാ. കിട്ടുന്ന വിലക്ക് വിറ്റ് ഒരു നേരത്തെ ആഹാരമെങ്കിലും വാങ്ങിക്കാമായിരുന്നു. അതുകൂടി ഇല്ലാതാക്കി പരമദ്രോഹി. എടാ, ഞാൻ ഒരു പോലീസ് കമ്മീഷണറാ. അതങ്ങ് നാട്ടില്. ഇവിടെ ഏതോ ഒരു തെണ്ടി. നീയൊക്കെ അങ്ങ് വാ. അതിന് താൻ ഇവിടുന്ന് പോയിട്ട് വേണ്ടേ? കരുനാക്കൊണ്ടൊന്നും പറയാതെടാ, എനിക്ക് വിശന്നിട്ട് വയ്യ. നല്ല പുല്ലുണ്ട്, ചവച്ചരച്ച് തിന്ന്. ഈ ഗതി കെട്ട പട്ടി പുല്ലും തിന്നുവെന്ന് അങ്ങനെ കണ്ടോർമ്മ ഇല്ലേടേ? പട്ടിയല്ലടാ, പുലി. അല്ല, നമ്മുടെ കാര്യം പറഞ്ഞ എനിക്ക് വിശന്നിട്ട് വയ്യാന്ന്. ഗോപി, നീ ഒന്ന് വിശന്ന്. നമുക്കും വല്ലതും കഴിച്ചല്ലേ പറ്റൂ. ആ നേഴ്സ് സേതുലക്ഷ്മിയുടെ വീട്ടിൽ പോയി ഉള്ളത് വല്ലതും എടുത്തോണ്ട് വരാം. അല്ലെ കുറച്ച് ഡോളർ കടം ചോദിക്കാം. എനിക്കൊരു മൂടില്ല. നീ വാടേ. Yeah, That's a big yeah. story. I went to New York after that. I knew that to whomever I told എന്താ? the story, we'll always take it as a joke. കൃഷ്ണൻ നായരല്ലേ അത്? ഏത് കൃഷ്ണൻ നായർ? നമ്മുടെ കമ്മീഷണറെ. അതെ. ഇയാളെങ്ങനെ ഇവിടെ വന്നു? കൃഷ്ണനായരെ, അത് വേറെ വല്ലവരും ആയിരിക്കും. എനിക്കറിഞ്ഞൂടെ കൃഷ്ണനായരെ. കൃഷ്ണനായരെ, കൃഷ്ണനായരെ. പെങ്ങളെ, കിടക്കാനൊരിടമില്ല. ജോലി പോയി, മൊത്തത്തിൽ വഴിയാധാരമായി. ഉള്ളത് മതി. വിശപ്പ് മാറ്റാൻ എന്തെങ്കിലും തന്നേ വെക്കൂ. എന്ത് പറ്റി? ജോലി എങ്ങനെ പോയി? അയ്യോ, അതൊരു നീണ്ട കഥയാണ്. അത് ഞങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും വാരികയിൽ തുടർക്കഥയായിട്ട് എഴുതുമ്പോ കുട്ടി വായിച്ചോളൂ. ഓക്കെ, ഇരിക്കൂ. ഞാൻ തലയിൽ എണ്ണ തേച്ചുപോയി. കുളിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അയ്യോ, എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം. Without the girl's knowledge, the crown will now disappear.
We should have got it before. Anyway, let this be the end of it. You got the mask? I forgot to bring it. You idiot! Come on. അയ്യോ സുരേന്ദ്ര അവന്മാര് പിന്നെയും തോക്കുമായിട്ട് വരുന്നു ഓടിക്കോ ഗോപി ഗോപി Where the hell is the crown? Hey, stop there. My crown. Take this! Hey! Take this! Hey! Take this! കൊല്ലമെങ്കിൽ കൊല്ല് തല്ലെങ്കിൽ തല്ല് എടാ പട്ടി ഞങ്ങൾ സീരിയലേ അല്ല ഞങ്ങള് we told you everything. If you can believe us, believe us. Where the hell is the crown? Please leave us. We will bring you the crown. Okay, I'll give you 24 hours or you'll get killed. അണ്ണാ ഇനി തല്ലരുത് ഓക്കെ എന്തോ നോക്കേ നമുക്ക് ആ ഒറിജിനൽ സിയുടെ വീട്ടിൽ പോയി കാര്യം പറയാം മലയാളികളല്ലേ ചിലപ്പോ നമ്മുടെ ഗതികേട് കണ്ട് കിരീടം തന്നെന്ന് വരും നിന്റെ അമ്മയെ കെട്ടിക്കാനുള്ള കിരീടം ഞങ്ങൾ കൊണ്ടുതരാം. We will bring you the crown. ക്രൈം ബ്രാഞ്ച് ആഫീസ് താനേ ഇത് കിരീടം കണ്ടുപിടിച്ചാച്ച് കിരീടത്തോടെ ഞാൻ ഉടനടിയാ പുറപ്പെട്ടു വരാൻ എവളവോ കഷ്ടപ്പെട്ട് ഞാൻ മട്ടും താൻ കിരീടം കണ്ടുപിടിച്ചത് എന്നാ CID രാംദാസാ അവനെ പറ്റി എനക്ക് ഒന്നുമേ തെരിയാത് അവനൊരു പൊണ്ണുകൂടെ ഊരി ചുറ്റിട്ടിരിക്ക് ആമാ ഓക്കെ ഞാൻ ഉടനടിയാ കിരീടത്തോടെ പുറപ്പെട്ടു വരെ എനക്ക് പ്രമാദமான ഒരു വരവേற்பുക്ക് ഏർപ്പാട് പണ്ണുങ്ക ഓക്കെ ശരിക്കും അവന്റെ കയ്യിൽ കിരീടം കിട്ടിയ ഞാൻ വീണപ്പോ കിരീടം ഉരുണ്ട് അയാളുടെ കാൽക്കൽ ചെന്നതും അയാളെ എടുത്തുകൊണ്ട് ഞങ്ങളുടെ പുറകെ ഓടി വന്നതും സത്യമായിട്ട് തേടി എങ്കിൽ എത്രയും പെട്ടെന്ന് അവനെ കണ്ടുപിടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അവൻ കിരീടവും കൊണ്ട് മുങ്ങും. ഇയാളെന്തോന്ന് ഗോപി നീ വാ ഇവന്മാർ രണ്ട് CIDകളും കൂടെ നമ്മളെ വീണ്ടും കുരങ്ങൊളിപ്പിക്കാനുള്ള പരിപാടിയാണ്. കുറെ നാളായിട്ട് CID കിരീടം CID എന്ന് പറഞ്ഞ് കണ്ട സാഹിബ്മാരെ ചവിട്ടും തൊഴി നമ്മൾ കൊള്ളുന്നില്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, അവന്മാരെ ഇവന്മാരെ കൂടെ പരിചയപ്പെടുത്തി കൊടുക്കാം. ചവിട്ടും തൊഴി നേരിട്ടായിക്കോട്ടെ. നീ വാ. വരുന്നില്ലേ? ടാക്സിയിൽ വന്നത് നീയായിരുന്നോ? നമ്മൾ ഒരുമിച്ചുള്ള ജീവിതം എനിക്ക് മതിയായി. എന്റെ ഒരു ബന്ധുവിനെ ഞാൻ ഇന്നലെ കണ്ടുമുട്ടി. ഞാൻ അങ്ങോട്ട് മാറുക. എന്തായി കിരീടം കണ്ടുപിടിച്ച? നീ കണ്ടുപിടിച്ച? അയ്യോ ഞാനൊരു പാവ മണ്ടൻ. തിരിച്ചു പോകാനുള്ള നിന്റെ ടിക്കറ്റ് ഇതിന്റെ കൂടെ വെച്ചിരുന്നല്ലോ. അത് എന്റെ ഉണ്ട്. ഞാൻ 1-2 ആഴ്ച കഴിഞ്ഞ് ബന്ധു വിട്ടുന്ന നേരെ നാട്ടിലേക്ക് പോയിന്ന് വരും. അപ്പൊ നീ എന്നെ കൊണ്ടുപോയില്ല? അയ്യോ CID രാംദാസ് കിരീടമൊക്കെ കണ്ടുപിടിച്ച് സാവധാനം വന്നാ മതി. നീ ഏത് ബന്ധുവിനെ എവിടെ വെച്ച് കണ്ടത്? എന്റെ ഏതോ അച്ഛന്റെ. ഏതോ അച്ഛനോ? അല്ല അച്ഛന്റെ മകൻ കുഞ്ഞീഷ്ണൻ. അങ്ങനെ ഒരു കൃഷ്ണനെ പറ്റി നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. എന്നോട് പറയാത്ത പലതും ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. നീ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഇടയ്ക്ക് എനിക്ക് ഫോൺ ചെയ്യൂ. ഞാൻ ശ്രമിക്കാട്ടോ, ഉറപ്പ് പറയാൻ പറ്റില്ല. ശ്രമിക്കണേ. He's the really. The one who's got the crown? No, that's another. Please wait.
Whose car's that? Can't see. Go around them. He is blocking my view. Go forward. Forward. എവിടുന്ന് വന്നടാ ഇവനൊക്കെ? What's wrong with him? Goddamn cabs. Useless guys. You're blocking my view, man. You are blocking my view, man. You're blocking my view. Don't touch me. അങ്ങനെ സ്വന്തമായിട്ട് നീ പേരെടുക്കണ്ട. CID വിജയാണ് അമേരിക്ക വന്ന കിരീടം കണ്ടുപിടിച്ച നാട്ടുകാരറിഞ്ഞ ഞാൻ പിന്നെ തൂങ്ങിച്ചാവുന്ന നല്ലത്. എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കിരീടം കണ്ടുപിടിച്ചു. മര്യാദക്ക് അതെങ്കിൽ തിരിച്ചു തരില്ല. നിന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ വരുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. കിരീടം എന്താടാ? ടാക്സി! ടാക്സി! Go, 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 go! Go far! Go far! Go far! കാറ് വേടാ. എടാ വായി നോക്കി കാറുള്ളൂ. കൃഷ്ണനായരെ, അയ്യോ, കൃഷ്ണനായരെ, കൃഷ്ണനായരെ, ആ നിന്നെ വിടില്ലടാ. നിൽക്കണോ? എനിക്ക് വിസിറ്റ് തട്ടിയെടുക്കാൻ നിന്നെ വിടില്ലടാ. I'm gonna follow them in the chopper. You follow me. ചുണയുണ്ടെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി വാടാ. There they are. Get closer, closer. hurry up, hurry up. Sir, I cannot go fast.
Come on. You fools, wear your mask. Yeah, very. Come on, pass, come on. ഇപ്പൊ എന്തായി? കണ്ടവന്മാര് കിരീടം കൊണ്ടുപോയില്ലേ? ഇതാണ് ഞാൻ പറയുന്നത്, മനുഷ്യൻ അസൂയ പാടില്ലെന്ന്. കേട്ടാ? അല്ല, ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചത്? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചൊന്നും പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. പുറത്തു പറയാൻ കൊള്ളില്ല. വിജയ, ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു പെണ്ണിന് വേണ്ടി തകരാനുള്ളതല്ല നമ്മുടെ സൗഹൃദം. ഞാൻ അവളെ പ്രേമിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഈ വിവാഹം നടത്തിത്തരാം. ഞാൻ നടത്തിത്തരാം. I am Krishnan Nair. Sorry, Shivadasa Menon here. Police station. Everybody go and hide now. അയ്യോ, നമ്മുടെ ശിവദാസ വരവില്ലേ അത്? അതെ, നമ്മുടെ തോന്നുന്നത്. വാ വാ. മേനോൻ ബാർബർ ദോണ്ട് വാ. അനങ്ങരുത്. ഉണ്ടോ? ഇതാ മുറിവിന്റെ പാട്. അത് ചൊഴിവെന്ന പാടാ. മുറിവിന്റെ പാടവിടെ. വിജയ, മുതുകില് മുറിവിന്റെ പാടില്ല. അപ്പൊ ഇയാളല്ലേ പോൾ ബാർബർ? എവിടെടാ മുറിവിന്റെ പാട്? ഏത് മുറിവ്? എന്ത് മുറിവ്? ഞാനല്ലേ പോൾ ബാർബർ കിരീടം കെട്ടത്. കിരീടം കെട്ടത്. നിങ്ങളെ പോലെയുള്ള പമ്പര വിഡ്ഢികളെ ഇങ്ങോട്ട് അയച്ചവരെ വേണം തല്ലാൻ. ഞങ്ങളെ അയച്ചത് നിങ്ങളുടെ സുഹൃത്ത് കമ്മീഷണർ കൃഷ്ണൻ നായരാണ്. അതിന്റെ ഫലമാണ് ദേ അയാൾ അനുഭവിക്കുന്നത്. അയ്യോ, എന്നെ രക്ഷിക്കോ. അയ്യോ, ഒന്ന് നിർത്തണോ കായരെ? പോലീസ് വരുന്നു. അയ്യോ, എന്റെ കിരീടം. കിരീടം മണ്ണങ്ങട്ട പോയി തൊലയാൻ പറ. തന്റെ വെടികൊണ്ട് 5-6 ചത്തു. പോലീസ് പിടിച്ച ആയുഷ്കാലം മുഴുവൻ താനിവിടെ കിടക്കേണ്ടി വരും. അയ്യോ, എന്റെ തോക്ക്. കോപ്പ്.
there. Freeze! Who are you? We are CIDs from India. Congratulations, CIDs Ramdas and Vijay. The American police is proud of you. My wishes to all Americans. Thank you. All the best. Thank you. Thank you. സാർ ഇവിടെ ഉണ്ടായിരുന്നു. താങ്കൾ അയച്ച സിഐഡികൾ വിജയശ്രീലാളിതരെ തിരിച്ചെത്തിയിരിക്കുന്നു. അതിന്റെ എല്ലാ ക്രെഡിറ്റും താങ്കൾക്ക് അവകാശപ്പെട്ടതാണ്. സാർ, நீங்க கிட்னி ஆபரேட் பண்ண பாம்பே போனதா கேள்விப்பட்டேன். Passengers leaving for Kuwait, London, Amsterdam by BA203 നമ്മുടെ are രാജ്യത്തിന്റെ മാനം requested to നിങ്ങൾ pass കാത്തു. through security ഈ and അന്വേഷണം await വിജയകരമാക്കി departure. തീർത്തതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് പറയാമോ? നോക്കൂ, വിജയത്തിന്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്ക് വഴികളൊന്നുമില്ല. അങ്ങേയറ്റത്തെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ കേസ് തെളിയിച്ചത്. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസുകൾ ഉണ്ടെങ്കിൽ ഇനിയും ഞങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുക്കമാണ്, അല്ലേ? അതെ, തൽക്കാലം ഞങ്ങളെ പോകാൻ അനുവദിക്കൂ. ഞങ്ങൾക്ക് വിശ്രമം വേണം. സാർ എപ്പോഴെത്തിയത്? സാർ, സാധനം കയ്യിലുണ്ടോ?